ഡ്രീംലാൻഡ് കാട്ടിൽ റോക്കി എന്നൊരു കാക്ക ജീവിച്ചിരിക്കുന്നുണ്ട്. അത് ജീവിതം കാണുന്ന വിധം മറ്റുള്ള പറവകളേക്കാൾ വ്യത്യസ്തമാണ്. വെട്ടികളായ മൃഗങ്ങൾ ദിവസവും മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നാൽ എൻ്റെ ബുദ്ധി വിമാനമാണ്. അത് കണ്ടു ടീനുക്കുരുവി ഒരു ആപ്പിൾ വളരെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് അതിന്റെ കൂട്ടിലേക്ക് വരുന്നത്. ഹേ ടീനു പക്ഷി, നീ ഇന്ന് വരാനെന്താ ഇത്രയും സമയമെടുത്തത്? നീ വരുമെന്ന് ഞാൻ കാത്തിരിക്കുമായിരുന്നു. നീ എന്റെ ഭക്ഷണം മോഷ്ടിക്കാൻ നോക്കുക, അതുകൊണ്ടാണ് എനിക്ക് കാത്തിരിക്കുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അനിയൻ അന്ന് നിങ്ങളുടെ കൂട്ടിൽ വന്നിരുന്നില്ലേ? അവൻ കരയുമായിരുന്നു. എന്റെ അനിയെ കരഞ്ഞുകൊണ്ട് വന്നോ? നീ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചില്ലേ? അവൻ എന്തോ പറയാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മയുടെ 2 ചിറകുകളും കട്ടായെന്നവൻ പറഞ്ഞു. അവരിപ്പോൾ മരിക്കുന്ന അവസ്ഥയിലാണത്രേ. നീ എന്താ പറയുന്നേ? എന്റെ അമ്മ ജീവന് വേണ്ടി പോരാടുന്നു. അത് കേട്ടത് ചീനുവിന് ഷോക്ക് അടിച്ച പോലെ തോന്നി. അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരും വന്നു. ഉടനെ അവിടെ നിന്ന് പറന്നു. ഇതിനെയാണ് പറയുന്നത് ബുദ്ധി കൊണ്ട് വയറ് നിറയ്ക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ കാക്ക സന്തോഷത്തോടെ ടീനുവിന്റെ കൂട്ടിൽ ചെന്നു അവിടെ ഉണ്ടായിരുന്ന ആപ്പിൾ സന്തോഷമായി കഴിച്ചു. വാവ്, ഇത് അടിപൊളിയാണല്ലോ. കഷ്ടപ്പെട്ട് തേടി തിന്നാൽ എനിക്ക് സന്തോഷം കിട്ടുകയില്ല. അങ്ങനെ അത് പാതി ആപ്പിൾ സന്തോഷമായി കഴിച്ച് ബാക്കി ആപ്പിൾ താഴേക്ക് വലിച്ചെറിഞ്ഞു. നന്നായി കഴിച്ചു. ഇനി കുറച്ച് സമയം നമുക്ക് കളിക്കാം. അങ്ങനെ പറഞ്ഞത് സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങി. അങ്ങനെ അത് കാട്ടിലുള്ളവരെ പറ്റിച്ചുകൊണ്ട് അതിന്റെ ജീവിതം സന്തോഷമായി ജീവിച്ചു. ആ കാട്ടിൽ കഠിന പ്രയത്നം ചെയ്യുന്ന ഉറുമ്പും ജീവിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു മരത്തിന്റെ കൊമ്പിലിരുന്നു കൊണ്ട് കാക്ക ജോലി ചെയ്യുന്ന ഉറുമ്പിനെയാണ് നോക്കി നിന്നത്. അയ്യോ, ഇതെനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇതെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും എന്റെ നട്ടെല്ലാം ഒടിയുമെന്നാ തോന്നുന്നത്. അങ്ങനെ ആ ഉറുമ്പ് ആ കടല കുറച്ച് കഴിച്ചു. അപ്പൊ അതിന്റെ ഭാരം കുറച്ച് കുറവുണ്ടായി. വീണ്ടും അത് ചുമന്നുകൊണ്ടേ അതിന്റെ വല നോക്കി നടന്നു. ഹേ ചിണ്ടുപ്പങ്ങളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വയറ് നിറയെ കഴിച്ചതാണല്ലോ. ബാക്കി വന്ന ധാന്യം എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞാൻ ദിവസവും പകുതി ഭക്ഷണം കഴിക്കും, ബാക്കി പകുതി ഞാൻ എടുത്തു വെക്കും, അതും ഈ ഗുഹയുടെ അകത്ത്. അയ്യോ, അത് മണ്ടത്തരമാണ്. പകുതി കഴിച്ചിട്ട് പകുതി വെക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. ഇത് പൊക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരാൻ എന്തോരം ബുദ്ധിമുട്ടും. കഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഭാവിക്ക് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ. നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് എനിക്ക് ഭക്ഷണം തേടി പുറത്തു പോകാൻ പറ്റാതായാലോ? അപ്പൊ ഞാൻ എന്ത് കഴിക്കും? നിങ്ങളുടെ ചിന്താഗതി എല്ലാം തെറ്റാണ്. ഇപ്പോൾ ഇത് ഫ്രഷ് അല്ലേ? പറ്റുന്നത് കഴിച്ചിട്ട് ബാക്കി നീ വലിച്ചെറിയേ. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പറന്നു. അങ്ങനെ പല മാസങ്ങളും കഴിഞ്ഞു. മഴക്കാലവും ആരംഭിച്ചു. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചെന്നോ ആ കാട്ടിൽ എല്ലാ മരങ്ങളും വീഴാൻ തുടങ്ങി. ഒരുപാട് വലുതും ആഴമുള്ള മരങ്ങൾ മാത്രമേ ജീവനോടെ ഉണ്ടായുള്ളൂ. കാക്കി അതിന്റെ കൂട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നു. എത്ര നന്നായി കാറ്റ് വീശുന്നു. എങ്ങനെ ഇവിടെ തന്നെ കിടന്നുറങ്ങണം. എന്റെ വായിൽ എല്ലാവരും കൊണ്ടുവന്ന് പഴധാന്യങ്ങളിട്ടാൽ എന്ത് നന്നായനെ. പക്ഷെ ആ സമയത്ത് എന്ത് സംഭവിച്ചെന്നോ? കാറ്റിൽ അതിന്റെ കൂട് താഴേക്ക് വീണു. അതിനുശേഷം കാക്കയും ഡുമ്മിന് താഴെ വീണു. അയ്യോ ദൈവമേ, മഴ വരുന്നല്ലോ, അതും ഇടിയോടൊപ്പം. ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ. അത് ശ്രദ്ധിച്ചു വെള്ളത്തിൽ അതിന്റെ കൂടെ ഒഴുകിപ്പോയത് അതിന്റെ മാത്രമല്ല അടുത്തുള്ള കുരുവികളുടെ കൂടെ ഒഴുകി. എന്താ ഇത്? ഇങ്ങനെ ആകുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ലല്ലോ. ഇപ്പൊ പെയ്യുന്ന മഴയിൽ അതിന് പറക്കാനും കഴിഞ്ഞില്ല. ആ കാറ്റിന്റെ വേഗത്തിൽ അതിന് മുന്നോട്ട് പറക്കാനേ സാധിച്ചില്ല. അത് പുറകോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചത് ടീനക്കുരുവിയുടെ വീട്ടിൽ വന്നു. ഇപ്പൊ അത് അതിന്റെ അനിയന്റെ വീട്ടിലായിരുന്നു. ടീനു പക്ഷി, അയ്യോ ടീനു പക്ഷി. അതിന്റെ ശബ്ദം കേട്ട് പുറത്തു വന്ന് ടീനു വാതിൽ തുറന്നു.
ടീനു, നിന്നെ എൻ്റെ വീട്ടിലൊന്ന് കയറ്റാമോ? എൻ്റെ കൂടൊക്കെ പറന്നുപോയി. അതുമല്ലാതെ എനിക്ക് പരക്ക് പറ്റി. ഓഹോ, നീ എനിക്ക് എന്ത് ചെയ്തിട്ടാ ഞാൻ നിനക്ക് കൂട്ടി സ്ഥലം തരേണ്ടത്? എൻ്റെ ആരോഗ്യനില ശരിയല്ല. നീ എന്നെ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ എത്ര കഷ്ടപ്പെടുത്തുന്നറിയോ? ഞാൻ വിശപ്പോടെയാ പറന്നു പോയതും. ഇപ്പൊ നിനക്ക് മനസ്സിലാകും മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കാതെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. അങ്ങനെ പറഞ്ഞ് ടീനു അകത്ത് ചെന്ന് വാതിലും അടച്ചു. ഇപ്പോഴാണ് കാക്കിക്ക് അത് ചെയ്ത തെറ്റ് മനസ്സിലായത്. ഞാൻ ചെയ്തതെല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ ഞാനും പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് ആരും എന്നെ ഇപ്പോൾ സഹായിക്കാത്തത്. അങ്ങനെ പറഞ്ഞ് റോക്കി അവിടെ നിന്ന് പറന്നുപോയി. അപ്പൊ അത് കണ്ടു. ആ കഷ്ടപ്പെടുന്ന ഉറുമ്പ് ഗുഹയ്ക്ക് പുറത്തുണ്ടായിരുന്നു. അതിന്റെ കയ്യിൽ ഒരു ഇലയും ഉണ്ടായിരുന്നു. ഹേ ചിന്തു, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇത്ര ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഈ വെള്ളം ഗുഹയ്ക്കകത്തേക്ക് വരാൻ നോക്കുന്നു. അതുകൊണ്ട് എന്റെ സഹായം കൊണ്ട് ഈ വെള്ളത്തിനെ ഞാൻ മാറ്റി ഒഴുക്കുന്നത്. ഞാനും ഈ ഗുഹയിൽ കയറിക്കോട്ടെ ചിന്തു? തീർച്ചയായും താമസിക്കാൻ റോക്കി ചേട്ടാ. അകത്ത് ഞാൻ ഒരുപാട് ഭക്ഷണം ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വരെ എവിടേക്ക് പോകണ്ട. സന്തോഷത്തോടെ ഗുഹയിലിരിക്കാം. എങ്ങനെയോ കാറ്റും മഴയും കുറയുന്നവരെ വെള്ളം ഗുഹയ്ക്കകത്തേക്ക് പോകാത്ത പോലെ ഞാൻ ഇവിടെ നിന്ന് പിടിക്കാം. ഉറുമ്പ് അങ്ങനെ പറഞ്ഞത് കേട്ട് കാക്കയുടെ മനസ്സ് തന്നെ മാറി. ഞാൻ നിന്നെ ഒരു ധാന്യം കൊണ്ടുപോകാൻ പോലും സഹായിച്ചിട്ടില്ല. എന്നാൽ നീ 1 മാസമായി നീ കഴിക്കാൻ വെച്ച ആ ധാന്യം നീ എനിക്ക് വേണ്ടി ഇപ്പോൾ തരാൻ പോകുന്നു. വേറെ ഞാൻ എന്ത് ചെയ്യാനാ കാക്കച്ചേട്ടാ? ഞാൻ അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് ശേഖരിച്ച് ആപത്തി സഹായമാകുമെന്ന്. അത് ആര് കഴിച്ചാൽ എന്താ? നിന്റെ ധൈര്യം ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്കും അധ്വാനിച്ച് കഴിക്കാൻ ഇപ്പോൾ തോന്നുന്നു. ഇപ്പോൾ കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ കാക്ക അവിടുന്ന് പറന്നു ചെന്ന് അതിന്റെ കൊക്കിൽ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നു. ആ കല്ല് ആ ഉറുമ്പിന്റെ അടുത്ത് വെച്ചുകൊണ്ട് വീണ്ടും അത് പറന്നുപോയി. അതിനുശേഷം വീണ്ടും ഒരു കല്ല് കൊണ്ടുവന്ന് ആ കല്ലിനടുത്ത് തന്നെ ഇട്ടു. അങ്ങനെ ചില മണിക്കൂറുകൾ കാക്ക പ്രയത്നിച്ചു. ഉറുമ്പ് എവിടെ ഇല പിടിച്ചു നിന്നോ അവിടെ ഒരുപാട് കല്ലുകൾ ഇടാൻ തുടങ്ങി. അതൊരു മതില് പോലെയായി. അവിടെ ഒഴുകി വന്ന വെള്ളമൊക്കെ മാറി ഒഴുകാനായി തുടങ്ങി. ആഹാ, നന്നായിട്ടുണ്ട് കാക്കച്ചേട്ടാ. നിങ്ങളൊരു മതില് തന്നെ ഉണ്ടാക്കി. ഇനി എപ്പോഴും ഈ വെള്ളമൊക്കെ അകത്തേക്ക് വരികയില്ല. അത് കേട്ട് കാക്ക വളരെ സന്തോഷിച്ചു. പിന്നെ രണ്ടുപേരും ഗുഹയ്ക്കകത്തേക്ക് പോയി ഭക്ഷണവും കഴിച്ചു. വളരെ നന്നായിട്ടുണ്ട്. കഷ്ടപ്പെട്ട് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭക്ഷണത്തിന് ഒരു രുചിയും കിട്ടില്ലായിരുന്നു. കാക്ക എന്താണ് ആ പാഠം പഠിച്ചത്? എപ്പോഴും കഠിനമായി പ്രയത്നിക്കണമെന്ന്, പിന്നെ എല്ലാവരെയും സഹായിക്കണമെന്നും. അപ്പോഴേ നമുക്കൊരാപത്ത് വന്നാൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാതിരിക്കാനാകൂ എന്നും.